കുഞ്ഞിച്ച് മീച്ച വേണ കുഞ്ഞി ഇനിയും കാര്യമായി പരിശ്രമിക്കാം. നമ്മളുടെ സ്റ്റുഡിയോയില് ഫരിയുടെ ബേബി ഷവർ ആണ്. അതൊരു സർപ്രൈസ് ആണ്, ആൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ. ബോയ് ബേബി ആണോ ഗേൾ ബേബി ആണോ എന്ന് ആർക്കും അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയാം. ആൻഡ് ഗെയിംസ് ഒക്കെ ഉണ്ടാവും. സോ അതിനെന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വക കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിൽ കുറച്ച് ബാക്കിലോട്ടാണ്. ബട്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ വരും. നമുക്കിനി ഡെക്കറേഷൻ തുടങ്ങാൻ. ടൈം കളയണ്ടവാ. ഇവിടെ നമ്മൾ ഇന്നൊരു താജ്മഹൽ പണിയും. സ്റ്റുഡിയോ 19 ഈവന്റ് എന്നതാ പറയാ, ഈവന്റ് മാനേജ്മെന്റ്. കുഞ്ഞിച്ച് മീച്ച വേണ കുഞ്ഞി ചെയ്യാം. എടാ നിന്റെ വായൊക്കെ ഇത് മുകളിൽ കുത്തണം. കെട്ടാൻ അറിഞ്ഞൂടാ. കെട്ടാൻ ഭയങ്കര മോശം. നമ്മൾ ഭയങ്കര അതിനെന്താ പറയാ, നമ്മുടെ ബുദ്ധി ഞങ്ങളുടെ കുശാഗ്ര ബുദ്ധി യൂസ് ചെയ്തിട്ട് ഫരിയുടെ സൈസൊക്കെ അറിഞ്ഞ് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാകാവെന്ന് വിചാരിക്കണം. ഇതിൽ അടിയിലിടാനുള്ളത് ഞാൻ ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്തോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആൻഡ് നൗ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളുടെ ഇവിടെ വെക്കാനുള്ള മോം ടു ബി കേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ വെക്കാം. നമുക്ക് സ്ട്രേറ്റ് ഇവിടെ വെക്കല്ലോ. സോ ഇതൊരു ബേബി ഷവർ ആയതുകൊണ്ട് ഒരു ഹോം മെയ്ഡ് കേക്ക് വേണമെന്നുണ്ടായിരുന്നു. കാരണം പ്രഗ്നന്റ് അല്ല, അപ്പൊ ഹെൽത്തി ഫുഡ് വേണമല്ലോ. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു മുമ്പിൽ കേക്ക് ഒരു സ്ഥലത്തുണ്ട്. കമ്പിളി പറഞ്ഞ ഭയങ്കര ഒരു ഹോംലി മെയ്ഡ് ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വിളിച്ചു. പക്ഷെ ലാസ്റ്റ് മിനിറ്റാട്ടോ ഞാൻ ഇന്നലെ ഡേ ബിഫോർ ഞാൻ പറഞ്ഞു. പക്ഷേ ഷീ ടുക്ക് ദാറ്റ്. ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ. ഞങ്ങളെല്ലാവരും ഫരി അമ്മയാവുന്നതിനെ കുറിച്ച് സംസാരിച്ചു, ജുബേർ അച്ഛനാവുന്നതിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങളുടെ പേഴ്സണൽ ഫീലിംഗ് എന്താ? ഉറക്കെ പറയണം. ഹാപ്പിയാണ്. പിന്നെ വേറെന്താണ്, ഇനിയും കാര്യമായി പരിശ്രമിക്കാം. ദൈവമേ, ഇനിയും കാര്യമായി പരിശ്രമിക്കാം. Okay.